എല്ലാം കൂടെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലാകുമ്പോഴേ ലെങ്ത് കുറച്ച് കൂടുതലായി പോകും. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനായി നമ്മളിതേ ഇവിടെ സ്കിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സമയം 5 മണി, 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇത് ചെന്ന് ചെക്കിനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. റേച്ചേട്ടനും പ്രതുവാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. ഇത്തവണ നമുക്ക് ഒരു ചെറിയ പെട്ടി എക്സ്ട്രാ ഉണ്ട്. കാരണം അവൻ്റെ കാര്യങ്ങളെല്ലാം നിറച്ചിട്ട് ആ കാണുന്ന നീല പെട്ടിയിലാണ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ഫ്ലൈറ്റിലും കയ്യിൽ വെക്കും. യു വി നല്ല ഉറക്കാണ് കേട്ടോ. ഉറങ്ങി ഉറക്കത്തിൻ്റെ ഗാഠതയിലെത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലെത്തി. ഇനി സമാധാനമായിട്ടൊന്ന് ഫ്ലൈറ്റിലിരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് യു വി തീരുമാനിക്കേണ്ടി വരും. പ്രതുവും വരുന്നുണ്ട് നമ്മുടെ ഒപ്പം ചെക്കിൻ വരെ. കാരണം ഈ കാണുന്ന പോലെ 5 പെട്ടി ഉണ്ടല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ സ്ട്രോളറും ഉണ്ട്. അപ്പം എല്ലാം കൂടെ കുറച്ച് ടഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൽഹിയിൽ വാട്ടർ സർവീസ് എടുത്തിരിക്കുകയാണ്. അല്ലാതെ വിഷ്ണുവിനും എനിക്കും സ്ട്രോളറും ഇവനും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുറച്ച് ബഹളം ഉണ്ടോ അതൊക്കെ ചോദിച്ചു. നമ്മൾ എണ്ണായിരുന്നു കേട്ടോ. മൊത്തം നമ്മുടെ കയ്യിൽ 8 പെട്ടിയുണ്ട്. സ്ട്രോളറും കൂടെ ചേർത്ത് 9. സ്ട്രോളർ എന്തായാലും മറക്കില്ല, പക്ഷെ പെട്ടി മറക്കരുത്. അതേപോലെ ബാഗും എന്റെ വിഷ്ണുവിന്റെ ബാഗൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും മറക്കരുത്. അമ്മയും അച്ഛനും പോയിട്ട് 21-22 ദിവസത്തിൽ നമ്മൾ നാട്ടിൽ പോവാണേ. ഇങ്ങനെ ദിവസം എണ്ണി ഇരുന്ന് ആ ദിവസം എത്തിയപ്പോഴേ ആകെ മൊത്തം ഒരു വെപ്രാളം. നമ്മൾ നോക്കിയപ്പോ വലിയ തിരക്കില്ല, സെക്യൂരിറ്റിയിലൊക്കെ കണ്ടേട്ടോ. അതുകൊണ്ട് സമാധാനമുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് അല്ല ഇന്ന് ഓൺ ടൈമാണ്. നമുക്ക് ഡിപ്പാർച്ചർ 3-ലാണ്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മനസ്സിനൊരു കുളിർമയോ. എല്ലാ തവണയും എനിക്ക് പോകുമ്പോഴേ മുഖം കാണിച്ചിട്ട് പറയാം, എല്ലാ തവണയും നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു ചെറിയ ഇറങ്ങാൻ നേരത്ത് ഒരു ആകമൊത്തം ഒരു വെപ്രാളം ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവനെയും കൊണ്ട് ആദ്യമായിട്ട് പോകണ്ടേ, എക്സൈറ്റ്മെന്റ് ആണ് അതിനേക്കാളും ഓവർ റൈഡ് ചെയ്യുന്നത്. ഒന്നാമത് ഇവനെയും കൊണ്ട് പോകുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ്, രണ്ടാമത് അച്ഛനും അമ്മയൊക്കെ ഇവനെ കാണുന്ന, വല്യച്ഛനും അമ്മയൊക്കെ ഇവനെ കാണുന്ന ഒരു സന്തോഷം. ഇതെന്റെ പുതിയ പെട്ടിയാണ്, ആ ഒരു ബ്ലൂ പെട്ടി, ആ ഒരു സ്കൈ ബ്ലൂ പെട്ടി. അതിനൊരു കവർ ഉണ്ടായിരുന്നു ആക്ച്വലി, ഡാമേജസ് ഒന്നും പറ്റാതിരിക്കാൻ. പക്ഷെ അത് ഞാൻ എടുക്കാൻ മറന്നു. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, അതൊന്ന് ആഗ്രഹമല്ല ഒരു തോന്നൽ സീൽ ചെയ്യിക്കാന്ന്, അല്ലാന്നുണ്ടെങ്കിൽ നശിച്ചു പോയാലോ. എപ്പോഴും നല്ല പെട്ടി വാങ്ങിക്കാനുള്ള മടി ഇതാണ്. ട്രാവലിൽ ഇത് കേടുവരും. പക്ഷെ ഇപ്പം ആമസോണിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന് ശേഷം കണ്ടത് നമുക്ക് പെട്ടി കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത് വാങ്ങിച്ചിട്ടെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. ഇത് കൂടുതൽ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ. ഞാൻ പോയിട്ട് വരാം. പ്രഭുവിനെ ആരെ ഏറ്റവും മിസ് ചെയ്യാം? ഞാൻ വിഷ്ണുവിനെന്ന് പറയാം. എടാ നമ്മളൊക്കെ പുറന്തള്ളപ്പെട്ടടോ. സുന്ദരായി കിടന്നുറങ്ങുന്ന നോക്ക്. പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല ഇന്ത്യ പോവുകയാണെന്നോ ഫ്ലൈറ്റുണ്ട് 2 മണിക്കൂറിൽ. ഇങ്ങനത്തെ ഒരു മനസ്സ്, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനത്തെ ഒരു പിള്ള മനസ്സ് കിട്ടും. എടാ നിന്റെ സ്കിൻ എനിക്ക് തരുമോ? പിള്ള മനസ്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്കിൻ എന്താ അടിപൊളി സ്കിന്നല്ലേ ഇവരുടെ. അങ്ങനെ ചെക്കിൻ കഴിഞ്ഞു. ലഗേജിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രോളർ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തത് വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളും എല്ലാം അവർ ഇതേ സ്ട്രോളറിൽ വെച്ചു. അങ്ങനെ പെടുമാമൻ ടാറ്റ പറയായി. ഇപ്പൊ ടാറ്റ, 6 ആഴ്ചക്ക് ശേഷം കാണാം കേട്ടോ. ടാറ്റ. ഒന്ന് കരയൂ പ്ലീസ്. എന്തിങ്ങനെ ഗീതൊക്കെ കരഞ്ഞായിരുന്നു. വിഷ്ണുവിന്റെ മുഖം ഉണ്ടല്ലോ, ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ചില സ്വഭാവം നമുക്ക് പുറത്ത്, എനിക്ക് ഓൾറെഡി അറിയാം വിഷ്ണുവിന് ടെൻഷനുള്ള സ്വഭാവമാണെന്ന്. പക്ഷെ ഇവനെ കൊണ്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ആവുകൊണ്ടേ ഇങ്ങനെ 100 കൺഫ്യൂഷൻ ടെൻഷനുമാണ്. എന്താ മറന്നത്? സ്ട്രോളറിന്റെ കവറ് അത് മറന്നു. നമ്മൾ ഈ സ്ട്രോളർ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാബിൻ സൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ട്രോളേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗേറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവർ തരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഗേറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവരെ എന്നാൽ പിന്നെ മുന്തി കൊണ്ടുപോകാമല്ലോ. നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞു, ഇനി ഇമിഗ്രേഷനാണ്. ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പറയാം. നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഇനി ഗേറ്റിലോട്ട് നടക്കട്ടെ. ഞാൻ എങ്ങനെയായിരുന്നു പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ഞാൻ പറയാട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആണെന്ന് സംശയമുണ്ട്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോവാം. ഇതാണ് നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നിന്നൂല്ലേ നമ്മൾ ഇമിഗ്രേഷനിൽ? 1 മണിക്കൂർ ഉണ്ടായിരുന്നു ഇമിഗ്രേഷൻ. അവിടെയാണ് നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിയത്. നമ്മുടെ ഗേറ്റ് F03 ആണ് അല്ലേ? F3. അപ്പോൾ എത്തി നമ്മൾ. അപ്പോൾ അധികം നടക്കാനൊന്നുമില്ല. നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇത്തവണത്തെ ഫ്ലൈറ്റിലൊന്ന്. പക്ഷെ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല.
ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മുന്നേ ഫ്രീ ആയിട്ട് നടന്ന് വ്ളോഗ് ചെയ്തിരുന്ന ഞാനാ. ഇപ്പൊ കണ്ടോ, ഐ ഹാവ് എ ട്രോഫി എൻ്റെ കയ്യില്. നമ്മളിവിടെ എത്തി. ഇനി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. യുവി എന്താ ഞെട്ടിയിരിക്കണേ? ആദ്യമായിട്ടല്ലേ നമ്മൾ എയർപോർട്ടും ഇത്രയധികം ആൾക്കാരെ കാണണേ. പിന്നെ ഇപ്പൊ കുറച്ചിങ്ങനെ കളേഴ്സ് ഒക്കെ കണ്ടു തുടങ്ങിയതിന്റെ ഒരു ആശ്ചര്യം ഉണ്ടായിരിക്കുമല്ലോ. കാണുന്ന എല്ലാ അത്ഭുതമല്ലേ, അതിന്റെ ഒരു ഞെട്ടലും ഉണ്ട് അല്ലേ യുവാൻചി? ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണത്. ഇവിടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എക്സൈറ്റഡ് ആണോ യുവി? എക്സൈറ്റഡ് ആണോ? ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെക്യൂരിറ്റിയിൽ ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു അറിയോ, സെക്യൂരിറ്റി സ്മൂത്ത് ആയിരുന്നു. നമുക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ബേബീസ് ഉണ്ടെങ്കിൽ, ഫോർമുലയുടെ പൗഡർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഫോർമുല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൊണ്ടുപോകാം കേട്ടോ. അവർ കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, സ്ട്രോളറൊക്കെ. പക്ഷെ എന്നാലും സ്മൂത്ത് ആയിരുന്നു. ഗേറ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇവൻ എന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമയമില്ല. പുള്ളിക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ വീട്ടിലാണെങ്കിലും ബൈ ഡിഫോൾട്ട് ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടോ, ഫോട്ടോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ആള് ഇവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ ഒരു ഫോട്ടോ എടുത്തരാൻ. എന്താണ് വിഷ്ണു, ആൾക്കാർക്ക് വരുന്ന മാറ്റങ്ങളെ. വിഷ്ണുവിന് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത് ഒരാഴ്ച മുന്നേ തുടങ്ങിയ ടെൻഷനാണ്. നമുക്കിങ്ങനെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴല്ലേ നമ്മള് ഓരോരുത്തർ ചില സ്വഭാവങ്ങളൊക്കെ അൺലോക്ക് ചെയ്യുക. ഓൾറെഡി വിഷ്ണു ടെൻഷനുള്ള ആള് തന്നെയാണ്. പക്ഷെ ഇവന്റെ കാര്യം വരുമ്പോൾ ഡബിൾ ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ പാർട്ടിക്കൊക്കെ പോയാണ്ടല്ലോ, ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. എനിക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ ചുറ്റും വിഷ്ണു കടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക അല്ല വിഷ്ണു? അല്ലെങ്കിലും മാരീഡ് ലൈഫും പാരന്റിങ്ങും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ചില കാര്യങ്ങൾ ചില സൈഡ് കൂടുതലായിരിക്കും, ചില കാര്യങ്ങൾ ചില സൈഡ് കുറവായിരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു ബാലൻസിങ്. സ്ട്രോളർ നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ക്യാബിൻ സൈസ് അല്ലാത്ത കാരണം നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ മുന്നേ നമ്മൾ ഇതുവരെ ഡ്രോപ്പ് ചെയ്യണം. പിന്നെ ബോർഡ് ചെയ്യുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് പ്രയോറിറ്റി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളാണ് ഫസ്റ്റ് ഇന്ന് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നമ്മുടെ സ്ട്രോളർ ഇവിടെ ഡ്രോപ്പ് ചെയ്യണം കേട്ടോ. ഇനി ഒമാനിൽ നിന്നാണ് കിട്ടുക. ഇതിന് ആക്ച്വലി ഒരു കവറ്. അപ്പോൾ ഇതിന് കാർ സീറ്റിനും അതേപോലെ വീൽസിനും നമ്മളൊരു കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിന്. അവസാനം തിരക്കിട്ടിറങ്ങിയാൽ എടുക്കാൻ മറന്നു. കാരണം ഇവർ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ വിദഗ്ധമായി ഞങ്ങളത് മറന്നു. നമ്മളിതിൻ്റെ കവർ എടുക്കാൻ മറന്നത് വലിയൊരു വിഷമമായിട്ട് നമുക്ക് രണ്ടുപേർക്കും തോന്നുകയാണേ. കാരണം പുതിയ സാധനമല്ലേ, പുറത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പക്ഷെ അവസാനത്തെ ആ ഹറിബറിയിൽ നമ്മൾ മറന്നുപോയി. ഭയങ്കര വിഷമം വരും നമുക്ക് രണ്ടുപേർക്കും. യുവി പകുതി ഉറക്കത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇവനെയും കൊണ്ട് നാട്ടിലോട്ട് വരുന്നുണ്ട്, ഫസ്റ്റ് ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അടിവയറ്റിൽ മഞ്ഞ് വീണ ഫീലൊക്കെ. എന്ത് രസമല്ലേ ഫ്ലൈറ്റിൽ ആരും ഇല്ലാതെ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡ് ചെയ്തു. വെക്കാം. ഇത്തവണ നമ്മൾ ബിസിനസ് ക്ലാസ്സിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ ബിസിനസ് ക്ലാസ്സിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ബിസിനസ് ക്ലാസ്സിലോട്ട് പോകാൻ വിചാരിച്ചു. അതുകൊണ്ടല്ല, ഇവനെയും കൊണ്ട് ട്രാവൽ ചെയ്യല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും കംഫർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ ബിസിനസ് ക്ലാസ്സിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ വെരി ഗ്രേറ്റ്ഫുൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ. ഇതൊക്കെ ഞാൻ മുന്നേ ആഗ്രഹിച്ച പല കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളുമാണ്. നമ്മൾ സാധാരണ യുവി ഉറങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് അവന് പാസിഫയർ കൊടുക്കാറുള്ളൂ. പിന്നെ ഇത്തവണ നമുക്ക് GGD അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ വരുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അവരുടെ ട്രാവലിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പാസിഫയർ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിന് യൂസ് ചെയ്തോളാം ട്രിപ്പിൽ. കാരണം അവൻ പുതിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ആശ്ചര്യവും ഒരു അത്ഭുതവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അധികം വാശി പിടിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ പാസിഫയറിൻ്റെ സപ്പോർട്ട് എടുക്കാമെന്ന്. കുറേ നേരം ഇമിഗ്രേഷനിലും പിന്നെ ക്യൂലും ഒക്കെ നിന്ന് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം, സമാധാനം, നടുവൊക്കെ നിവർത്തിയൊരു ഫീല്. ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ കുടിച്ചപ്പോൾ മനം നിറഞ്ഞു, സംതൃപ്തിയായി, ഭയങ്കര ഫ്രഷ് ആയതുപോലെ. ഇതാണ് നമ്മൾ യുവിക്ക് വേണ്ടി വാങ്ങിയ ഇയർ പ്രഷർ റിലീഫ് മാസ്ക്. ഇതിന്റെ കറക്റ്റ് പേര് അറിയാത്തത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എത്ര ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇവൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ആസ് പേരൻസ് നമുക്ക് കുറച്ച് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ സിറ്റുവേഷനും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലേ എന്നുള്ളത്. അതിൻ്റെ മുകളിൽ പോയി വാങ്ങിയതാണ് കേട്ടോ. യുവി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് അവർ മെനു കാർഡ് തന്നു. അതിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത സമയമൊക്കെ ആവുമ്പോഴേക്ക് ഇവന് കുറേ ബഹളവും അതേപോലെ തന്നെ ശബ്ദമൊക്കെ കേട്ടിട്ട് അത്യാവശ്യം ഒരു ഇങ്ങനെ എന്താ നടക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിൽ കുറച്ച് കരയാൻ വേണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ എന്താ പറയുക ഡിന്നറിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത്.
ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബീഫ് സ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തീർന്നു പോയിട്ട് വിഷ്ണുവിന് അതൊന്നും ഡിന്നറിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാനൊന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വിശന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാ കൊടുക്കുന്ന പോലെ ഫോമുല മിൽക്കൊക്കെ കൊടുത്തു. ഒന്ന് സ്റ്റഡി ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. സത്യം പറയുകയാണെങ്കിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അവന് ഭയങ്കര ചെവി വേദനിച്ചു എന്നുള്ള ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ നമ്മൾ കുറച്ച് പാനിക്കായിരുന്നു, ഇവന് ചെവി വേദനിക്കുകയോ നമ്മൾ എല്ലാം കറക്റ്റായി ചെയ്യുന്നില്ലേ എന്നുള്ളത്. നമ്മുടെ ആ ഒരു ചേഞ്ചിലാണ് അവൻ പേടിച്ചു പോയെന്ന് എനിക്ക് തോന്നണത്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ ചുറ്റും കാണൂ, അല്ലെങ്കിൽ നമുക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാനുണ്ടല്ലോ ഇത്ര കാലം ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും ടോയ്ലറ്റിൽ ഇങ്ങനെ ഒരു ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷൻ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ. മെയിൻലി നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പം അതേ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ യുവിനെ കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ പൊതുവേ ഒരു കാം ബേബിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക അപ്രീസിയേഷനൊക്കെ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് നമുക്ക് ഇറങ്ങാൻ നേരത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സച്ച് ക്യൂട്ട് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒട്ടും ഞാൻ അങ്ങനെ അധികം കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കുഞ്ഞു പിള്ളേരാകുമ്പോൾ അവരുടേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും ടാൻഡ്രംസും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ്റെ യൂഷ്വൽ സ്ലീപ്പിംഗ് ടൈം ആയപ്പോൾ അവൻ ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ബ്രെഡ് ഉണ്ടായിരുന്നു, ബട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ മജ്ബൂസാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്, എനിക്ക് കൃത്യം ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ല വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചു. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങാൻ നേരത്തെ ലഞ്ച് കഴിച്ചില്ലേ, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ഈ ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മളായിരിക്കും. ഞാൻ വിചാരിച്ചു അവൻ കംപ്ലീറ്റ്ലി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വിശന്ന് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. പിന്നെ ഡെസേർട്ടായിട്ട് വിഷ്ണു ഒരു ചീസ് കേക്കും ഞാനൊരു കുനാഫിയാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനും യുവിയും കൂടെ സുഖമായി കിടന്നുറങ്ങി. വിഷ്ണു അപ്പുറത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇത്തവണ സ്ക്രീൻ ടൈം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ ഫ്ലൈറ്റിൽ. ആംസ്റ്റർഡാമിൽ സമയം രാത്രി ഒരു 3:30-4 മണിയാകുമ്പോഴാണ് നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു 6 മണി. നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോകുന്ന സമയമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ ഏകദേശം ഉറങ്ങിയിട്ടുണ്ടെങ്കിലും എണീറ്റ സമയത്ത് ഭയങ്കര ക്ഷീണമായിരുന്നേ. കാരണം നമ്മുടെ ബോഡി ക്ലോക്ക് ഈ ഒരു സമയത്തിനോട് വളരെ യൂസ്ഡ് ആണല്ലോ. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു, അടുത്ത 20 മിനിറ്റിൽ നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്യും. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് KLM അല്ലാതെ വേറൊരു എയർലൈനിൽ ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും മുഴുവൻ അങ്ങോട്ട് എൻജോയ് ചെയ്യാനും ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് ഇറങ്ങാനും ഒന്നും സമയം കിട്ടിയിട്ടില്ല. ട്രാവലിംഗ് വിത്ത് എ ബേബി ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പക്ഷെ അതിൽ തന്നെ യുവി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എന്ന് തന്നെ കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മളങ്ങനെ ലാൻഡ് ചെയ്യായി. ഏകദേശം ഒരു 6 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ആംസ്റ്റർഡാം സമയം 2:40. ഉറക്കം വന്നിട്ട് കണ്ണൊന്നും നേരം പോലെ നിൽക്കുന്നില്ല. എനിക്കിവിടെ ഒമാൻ സമയം രാവിലെ 6 മണിക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്നല്ലേ, 6 മണിക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് ഡൽഹിയിലോട്ടാണ് ഫ്ലൈറ്റ്. ഇവിടെ കൂടുതൽ ലേ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കാലിക്കറ്റിലോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതിനേക്കാൾ എന്തോന്ന് അങ്ങനെ ചിന്തിച്ചു, എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതെന്ന്. അതിനേക്കാൾ ഈസി നമ്മൾ കാലിക്കറ്റിക്ക് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. കൊച്ചിക്ക് പോയാൽ ഇപ്പോൾ റോഡ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് ലേ ഓവർ കൂട്ടിയെടുത്തിട്ട് ഡയറക്റ്റ്ലി കാലിക്കറ്റ് ആണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് 2 ടിക്കറ്റ് എടുക്കണം. അന്നങ്ങനെ കുറേ ഡിസ്കഷൻ നടന്നായിരുന്നു. അന്ന് അതാണ് എളുപ്പം തോന്നിയത് കൊണ്ട് ചെയ്തു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാൻ. നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ കാത്തിരുന്നാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടോ കാലിയായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ കണ്ടോ വെളിച്ചമായിരിക്കുന്നു. യുവി നല്ല ഉറക്കമാണ് കേട്ടോ. യുവിക്ക് രാത്രി നല്ല ഡീപ്പ് സ്ലീപ്പാണ്. ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ രാത്രി അവൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യണം അവന് ഇഷ്ടമല്ല. ഇപ്പോൾ അവിടുത്തെ സമയം 3 മണിയാണല്ലോ ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഒരു 7 മണി 7:30 വരെ നല്ല സൗണ്ട് സ്ലീപ്പാണ്. ഇടയിൽ 1-2 തവണ എണീറ്റ് പാല് കുടിക്കും. അത്രേ ഉണ്ടാവാറുള്ളൂ. ഏത് അതിവിടെ തന്നെ കിട്ടണ്ടേ? ഇതായിരുന്നു നമ്മൾ വന്ന ഫ്ലൈറ്റ്. നമ്മുടെ സ്ട്രോളർ ഇവിടെ കിട്ടേണ്ടതാണല്ലോ, അത് കിട്ടിയിട്ടില്ല. എവിടെയെന്ന് അന്വേഷിക്കാൻ പോയതാണ് വിഷ്ണു. ഈ ഫസ്റ്റ് ടൈം കുട്ടീനെയും കൂടെ ട്രാവൽ ചെയ്യുമ്പോഴേ കുറേ കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ട്രോളർ നമുക്ക് ഡൽഹിയിൽ അത്ര കിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച് ഇവിടെ കിട്ടുന്നതാണ്. ഒമാനിൽ നമുക്ക് അത്യാവശ്യം ലേ ഓവർ ഉണ്ട് കേട്ടോ, 4 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് സ്ട്രോളർ ഇവിടെ കിട്ടുമില്ല എന്നൊക്കെ തീരുമാനമാകുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ ഒപ്പം കമ്പനിക്ക് വേറെ 2-3 പേരൻസും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുന്നോട്ട് ഡ്രോപ്പ് ചെയ്യുക ചെയ്തെങ്കിലും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നാണ്. നമ്മളെപ്പോലെ വേറെയും കുറേ പേരൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ അങ്ങനെയല്ല അത്രേ.
അത് നമുക്ക് ബാഗേജ് കളക്റ്റിലാണ്, ബാഗേജ് ബെൽറ്റിലാണ് കിട്ടുക. അവിടെ നമ്മൾ കളക്ട് ചെയ്യണമെന്ന്. അപ്പം നമുക്ക് ന്യൂഡൽഹിയിലേ അത് കിട്ടുള്ളൂ എന്ന്. എനിക്ക് ഭയങ്കര വിഷമം ആലോചിച്ചിട്ട്, കാരണം പുതിയ സ്ട്രോളറാണ്. അത്രയും ആലോചിച്ച് മറ്റേ റോസ് ഗോൾഡ് കളറൊക്കെ നോക്കി വാങ്ങിയ സ്ട്രോളറായിരുന്നു. പിന്നെ കുറച്ചൊരു ബെയ്ജ് ലൈറ്റ് കളറാണല്ലോ, ബ്ലാക്ക് ഒന്നുമല്ല. അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ ആയാലും നല്ലോണം അറിയും. ഇത് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം അത് സീൽ ചെയ്യിച്ചേനെ. ഇവിടുന്ന് കുറച്ച് പൈസ പോയാലും ഞാൻ വിചാരിച്ച അതൊന്ന് സീൽ ചെയ്യിക്കാണ്. പക്ഷെ അത് ചെയ്തില്ല. ഇനി അവിടുന്ന് കിട്ടുമ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ നോക്കി കണ്ടറിയാം. എനിക്ക് തോന്നുന്നു എൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഞാൻ ടയേർഡായിട്ട് വർത്താനം പറഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. ഈ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളോട് എണീറ്റിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ വീഡിയോ എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ ഉറങ്ങുകയാണ്, പക്ഷെ ഞാൻ എണീറ്റിരിക്കുന്നു. അതാണ് എൻ്റെ അവസ്ഥ. നമ്മുടെ ഇവിടുത്തെ സെക്യൂരിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഗേറ്റ് കാണിക്കാൻ 7:45 ആകുമെന്നാണ് പറഞ്ഞത്. ലോഞ്ച് ആക്സസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഇവൻ്റെ നെയിൽ കട്ടർ പൊക്കിയായിരുന്നു സെക്യൂരിറ്റിയിൽ. പിന്നെ ആസ് യൂഷ്വൽ പെട്ട് ഇറക്കലും ബഹളവും കച്ചറയൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ജലദോഷം വരുന്ന ഫീല്, ഭയങ്കര കണ്ണിന് ഭയങ്കര കനും ഭയങ്കര ശബ്ദമൊക്കെ മാറിയ പോലെ. കണ്ടുപിടിച്ചോ? അങ്ങനെ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്തു. ആദ്യം ഒരു അർത്ഥം കാപ്പി കിട്ടിയാൽ പൊളിക്കും, കാരണം അല്ലെങ്കിൽ ഞാൻ അല്പം കിടന്നുറങ്ങും. ഭയങ്കര ക്ഷീണം സാധാരണ ഉള്ളതിനേക്കാളും. അത്യാവശ്യം നല്ല ഫുഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏർലി മോർണിംഗ് ആവുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒമാൻ കോഫി ഉണ്ടായിരുന്നു, പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, യോഗേർട്സ് ഉണ്ടായിരുന്നു, പിന്നെ ലാമ്പിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും സംഗതികളാണ് നമ്മളിവിടെ വന്ന ഉടനെ ഇവരിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഉറക്കത്തിൻ്റെ ഇടയിൽ എണീറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഉണർന്നിരിക്കേണ്ട ആവശ്യമുള്ളത് കാരണം ഒരു കോഫി വെച്ച് തുടങ്ങാം. എനിക്ക് സാധാരണ ഇങ്ങനത്തെ ഒരു ക്ഷീണം സംഭവിക്കാറ് നമ്മുടെ അവസാന വീടെത്താൻ ഇനി ഒരു ഫ്ലൈറ്റും കൂടെ ബാക്കി ഉണ്ടാവുമല്ലോ, അതായത് ഡൽഹിയിൽ നിന്നൊക്കെ ഞാൻ ഈ അവസ്ഥയിൽ തളർന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഭയങ്കര ടയർഡാട്ടോ. ഈ ഒരു കോഫിയിലാണ് ഇനി എൻ്റെ എനർജി ഇരിക്കുന്നത്. സാധാരണ ഈ ഒരു ലെവൽ ഓഫ് ക്ഷീണം എനിക്ക് വരാറിയും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്തായിരിക്കും. ഇത്തവണ നേരത്തെയാണ്. എനിക്ക് നമ്മളവിടെ ഉറങ്ങുന്ന സമയമായതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഉറക്കം വരുന്നത്. ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് ഒമാനൊന്ന് കാണാം. ഒമാൻ എനിക്ക് യുവിയല്ലത്. ഒമാൻ എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഇടയ്ക്ക് ഇങ്ങനെ വന്നാൽ കൊള്ളാൻ തോന്നാറുണ്ട്. കാരണം നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കാണാൻ തക്കേടില്ല. യുവിയുടെ ഡൈപ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഞാനും ചെറുതായി മുഖമൊക്കെ ഒന്ന് കഴുകിയൊന്ന് ഫ്രഷായി. അത് 2 കഴുകിയോ? എനിക്ക് ഉറക്കാൻ കേടോ. യുവിക്ക് ഫ്ലൈറ്റ് ഗുഡായിരുന്നോ? യുവിക്ക് ഫ്ലൈറ്റ് ഗുഡായിരുന്നോ? നല്ലോണം ഉറങ്ങിയല്ലോ. ചെവിയൊന്നും അധികം വേഞ്ചില്ലല്ലോ. എന്താണ് മറ്റേ ചെവിയിലുള്ള സാധനം യുവി ഇടാൻ സമ്മതിക്കാൻ? ഞാൻ ആക്ച്വലി ഇവന് വലിയ ബുദ്ധിമുട്ടിനേക്കാൾ എനിക്കൊണ്ട് നമ്മളൊന്ന് പാനിക്കാക്കിയത്. നമ്മളെല്ലാം പൂട്ടിക്കെട്ടി ഗേറ്റിന് അങ്ങോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. 10:20 നമുക്ക് ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 2:45-3 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അടുത്ത ഫ്ലൈറ്റിന്. അപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ ഡിലേ ആയി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അവിടെയും പോകും. പക്ഷെ അവിടെ സെയിം PNR അല്ല, നമ്മൾ വേറെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ ബാഗേജ് കളക്ട് ചെയ്ത് പിന്നെ രണ്ടാമത് ചെക്ക് ഇൻ ചെയ്യും, സെക്യൂരിറ്റി ഒക്കെ കഴിയണ്ടേ. അപ്പോൾ 1.5 മണിക്കൂറിൽ നടക്കും അറിയില്ല. അതൊരു നല്ല എമണ്ടൻ പണിയാണ്. വിഷ്ണു ഇവിടെ ഇരുന്ന് എന്താ ചെയ്യാന്നുള്ളത് വൈശാഖ് സാറ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഞ്ച് മര്യാദയ്ക്കൊന്നും മുഴുവൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അത് മാറി. ഞാനും ഇവനും കൂടെ ഒന്ന് സ്ലീപ്പിംഗ് റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇവൻ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ബാക്കി ഇരുന്ന് ഡീൽ ചെയ്യാന്നാണ് പറഞ്ഞത്. എനിക്ക് കിളി പോകുന്നൊരവസ്ഥ എത്തിയ പോലെയുണ്ട്. ഇതാണ് ക്വയറ്റ് ഏരിയ, അതുകൊണ്ടാണ് ഞാൻ നല്ല പറയുന്നത്. ഇവിടെ സ്ലീപ്പിംഗ് റൂമും ഉണ്ട്. നമുക്കിവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം. ഞാൻ കുറച്ച് ഉറങ്ങിയപ്പോൾ ഉഷാറായി. എനിക്ക് കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയില്ലെങ്കിലേ ഒരു ഡേ വലിയ സുഖം ഉണ്ടാവില്ല. യുവി സ്റ്റിൽ ഉറക്കമാണ്. ഇവിടെ നമ്മുടെ കാലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗേറ്റിലോട്ട് പോകാം. നമുക്ക് ചെറിയൊരു പണി കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് മിസ്സാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് ഡൽഹിയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. വാവ്, എപ്പോഴും നമ്മൾ വരുമ്പോൾ ഇങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നടക്കും. ഇത്തവണ ചിലപ്പോൾ ഡൽഹിയിൽ സ്റ്റേ ആയിരിക്കും. യുവിക്ക് ഡൽഹിയിൽ നിൽക്കാമല്ലോ.
യുവി അതിനിടയിലേ കുറച്ച് കരഞ്ഞു. എനിക്ക് തോന്നുന്നു അവന് സ്ലീപ്പ് സൈക്കിൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടില്ലേ. ഇടയ്ക്ക് ഉറങ്ങുക, എണീക്കുമ്പോൾ വിശക്കുക, എവിടെയൊന്നും മനസ്സിലാവാതിരിക്കുക, അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് തോന്നുന്നു. കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നമുക്ക് ബോർഡ് ചെയ്യാൻ ടൈമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഓപ്പൺ ആയിന്നൊക്കെ കണ്ടു, പക്ഷേ ബോർഡിങ് തുടങ്ങിയ ലക്ഷണമൊന്നും കാണാനില്ല, അവിടെ ആരും കാണാനില്ല. നല്ല എയർപോർട്ടാട്ടോ അത്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി എയർപോർട്ട്. ഞാൻ അങ്ങനെ ഒരുപാട് എയർപോർട്ട്സിലൊന്നും പോയിട്ടില്ല, പക്ഷെ എന്നാലും പോയതിൽ വെച്ചിട്ട് നല്ല നല്ല എയർപോർട്ട്. ഈസി ആയിരിക്കുന്നതാണ് വിചാരിച്ച് ചിന്ത പലപ്പോഴും കുറച്ച് കുറയുന്നു അല്ലേ. 6 മണിക്കൂർ ഫ്ലൈറ്റൊക്കെ വന്നത്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഫ്ലൈറ്റിൽ ഉറങ്ങുമ്പോഴേക്കും എത്തി തന്നെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ നന്നായി ഉറങ്ങുന്ന ഒരുത്തനാണ് ഇവൻ. ഞാൻ വിഷ്ണുവിനേക്കാളും ബെറ്ററായി ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. ഒരു ക്യാപ്പ് തിന്നേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാപ്പ് കടിച്ച് കുറച്ച് തരുന്നുണ്ടല്ലോ. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 10 മണിയായി കേട്ടോ. 10:20 ഫ്ലൈറ്റ് എടുക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ 10:20 ഉണ്ടാവുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഡൽഹിയിലെ ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവുന്നുള്ളത്. നമുക്ക് റീഫണ്ട് എന്തെങ്കിലും കിട്ടുമോ വിഷ്ണു? ഫുൾ പൈസ പോവും? ഇത് കഷ്ടമല്ലേ. ഇതാണ് നമുക്ക് ഡൽഹി വരെയുള്ള നമ്മുടെ എൻ്റെ ട്രാവൽ ഹിസ്റ്ററിയിൽ ഇന്നേ വരെ എന്തെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ ഇല്ലാതെ ഞാൻ ഇന്നേ വരെ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. നിങ്ങൾ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വ്ളോഗ് എല്ലാം കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇത്രയും നേരം എല്ലാം സ്മൂത്ത് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ചെയ്ത് കാരണം ഡൽഹിയിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടുമെന്നുള്ള വലിയൊരു ക്വസ്റ്റനാണ്. അമ്മയും അച്ഛനും ഒക്കെ 7 മണിയാകുമ്പോൾ കാറൊക്കെ എടുത്ത് എയർപോർട്ടിലെത്താമെന്ന് പറഞ്ഞതാണ് കോഴിക്കോട് നിന്ന്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു നമ്മൾ കൺഫേം ചെയ്തിട്ട് പറയാം നമുക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടുമല്ലേ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്നുള്ളത്. അമ്മയ്ക്കും അച്ഛനൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ടെൻഷനും ഒരു വിഷമവും ഒക്കെ ആയിരുന്നേ. കാരണം ഇത്രയും ദിവസം അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ യുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിനി കാണാൻ പറ്റില്ല, ചിലപ്പോൾ നാളെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവില്ലേ. അത് അവരുടെ സൗണ്ട് ഒന്ന് ഭയങ്കര ക്ലിയർ ആയിരുന്നേ. ലാസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ആക്ച്വലി ബാസ്നെറ്റ് ഇവനെ കിടത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർ കെയർക്ക് വിളിക്കലും അവർ നമ്മൾ സീറ്റ് മാറ്റലും നമ്മൾ ആ സീറ്റിൽ ബാസ്നെറ്റ് വെക്കാൻ പറ്റില്ലെന്ന് ചെക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ നമുക്കവിടെ ബാസ്നെറ്റ് വെക്കാൻ പറ്റാത്ത സീറ്റാണ് അവർ നമുക്ക് പിന്നെയും തന്നിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എന്തായാലും ഈ ഫ്ലൈറ്റിൽ നമുക്ക് ബാസ്നെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞപ്പോൾ ഒരു ബാസ്നെറ്റ് തന്നു. അവൻ അതിൽ കിടത്തി കഴിഞ്ഞപ്പോൾ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. അവന് ഫുൾ മലർന്ന് കിടക്കാൻ പറ്റുകയാണല്ലോ. സന്തോഷത്തോടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും വിഷ്ണുവും ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി നെക്സ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ ലാൻഡ് ചെയ്യും. യുവി ആദ്യമായി അങ്ങനെ ഇന്ത്യയിൽ കാല് കുത്തി എന്ന് പറയാൻ പറ്റില്ല, എന്ത് കുത്തി എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്നൊക്കെ യുവി ചിലപ്പോൾ കമിഴാൻ പോകുന്നല്ലേ, മേ ബി, അറിയില്ല. യുവി എക്സൈറ്റഡ് ആണോ ഇന്ത്യയിൽ പോവാൻ? ഇന്ത്യയിൽ പോവാൻ എക്സൈറ്റഡ് ആണോ യുവി? അമ്മമ്മേനെയും വെല്ലച്ചനെയും അച്ഛനെയും അമ്മമ്മേനെയൊക്കെ കാണാൻ എക്സൈറ്റഡ് ആണോ? മുത്തശ്ശീനെ കാണണ്ടേ? മുത്തച്ഛനെ കാണണ്ടേ? കാണണേ. ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ ട്രിപ്പിൽ എനിക്ക് മെയിൻലി 2 എക്സൈറ്റ്മെന്റ് ആണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഇത് ഇവന്റെ ട്രിപ്പാണ് കേട്ടോ. ഇവന് വേണ്ടി നമ്മൾ ചെയ്ത ട്രിപ്പാണ്. വിഷ്ണുവിന്റെ പേരൻസിനും അമ്മമ്മയും വെല്ലച്ചനും എല്ലാവരും ഇവനെ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. അല്ലെങ്കിൽ ഇതൊരിക്കലും നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നതല്ല. അപ്പം അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിലും ഇവനെടുക്കുന്നതിലും ഒക്കെ. പിന്നെ രണ്ടാമത് നാട്ടിൽ എൻ്റെ റൂം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ എൻ്റെ റൂം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് റെനോവേറ്റ് ചെയ്യാമെന്ന് കുറച്ചായി ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ഞാനിപ്പോൾ വരുന്നതിൻ്റെ മുന്നേ അതിൻ്റെ റെനോവേഷൻ ഏകദേശം എൻ്റെ റൂമിൻ്റെയും രോഹിത്തിൻ്റെ റൂമിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് എങ്ങനെയാന്ന് കാണാൻ വേണ്ടി. നമ്മൾ കുറേ ആലോചിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞാനും റീജിയും കൂടെ എങ്ങനെയാണ് ആ ഒരു റൂം നോക്കണ്ടേന്നുള്ളത് നമ്മൾ തീരുമാനിച്ച്. ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ 2 കാര്യമാണ് ഈ ഒരു ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന 2 കാര്യം. എന്താണ് അവിടെ ഒരു അഭിപ്രായം? മൈ പ്രോപ്പർട്ടി അല്ലേ? അങ്ങനെ നമ്മൾ കുറേ നേരം ഫ്ലൈറ്റിലിരുന്ന് കുറച്ച് ഡിലേ ആയിട്ട് ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. നമുക്ക് ഫ്ലൈറ്റ് കിട്ടിയോ എങ്ങനെയാണ് നമ്മൾ നാട്ടിലെത്തിയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പൊതുവേ നിങ്ങൾക്ക് 40-45 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോസൊന്നും അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയേട്ടോ. പക്ഷെ നാളെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.